ഗൈസ്, ഒരു നൈറ്റ് ഇൻ മെയിൻ ലൈഫ് കണ്ടാലോ ഷിപ്പിലെ. ജസ്റ്റ് ഞാൻ എണീറ്റതേ ഉള്ളൂ. ഓൾമോസ്റ്റ് 9 o'clock. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 9:30 ആകുമ്പോഴാണ് എണീക്കാറ്. 10 o'clock ആണ് എനിക്ക് വാച്ച്. സോ ആ സമയത്ത് എണീറ്റാൽ മതി. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ബ്രിഡ്ജിൽ പോവാം. അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെഡിയാവാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ചെറിയ കോഫിയൊക്കെ ഇട്ടു. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് റെഡിയാകാം. ഓക്കെ, ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ടു. ചെറിയൊരു ഫേസ് പാക്ക് ഇട്ട് മാസ്ക് എല്ലാം ഞാൻ ഫേസ് മാസ്ക് എല്ലാം ഞാൻ പുഷ് ഔട്ട് ചെയ്തു. അത് ഞാൻ ഇന്നിട്ടെന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് നല്ല വെയിലായിരുന്നു. എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1300 to 1700. സോ ആ വെയിൽ മൊത്തം ഞാൻ കൊള്ളണം. നമ്മൾ മാസ്ക് എന്തായാലും മുഖത്ത് എന്തായാലും നമ്മൾ മറിച്ചിട്ടായിരിക്കും. ബട്ട് എന്നാലും ഒരു ചെറിയ ടൈം റിമൂവൽ മാസ്ക് ഞാൻ ഇന്നും ഈവനിങ് ഇടാറുള്ളതാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കോഫി പൗഡറും ഹണി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് മുഖത്ത് നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് ആ ഒരു ടൈം മാറാൻ വേണ്ടി മാത്രം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല, നമുക്ക് ബ്രിഡ്ജിൽ പോകുന്ന സമയമായി. നമുക്ക് 10 to 2 ആണ് ബ്രിഡ്ജ് വാച്ച്. ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 5 minutes ബിഫോർ എങ്കിലും നമ്മൾ ബ്രിഡ്ജിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയി. ഇനി ഒരു 15 minutes കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് പോകാൻ റെഡിയാവാം. ഇന്ന് ഞാൻ ഈ ബോയിൽ സൂട്ടാണ് കേട്ടോ ഇട്ടിട്ട് പോകുന്നത്. ഫുൾ ബോയിൽ സൂട്ടാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് നൈസായിട്ട് മതി. ഓക്കെ, വലുതാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടോ, നമുക്കിങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ കൈ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സ്റ്റിക്ക് ചെയ്ത് അതുകൊണ്ട് കാലിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറ്റില്ല. നിങ്ങൾ നല്ല ഇങ്ങനെ ഇട്ടു. മുടി നോർമലായിട്ട് ജസ്റ്റ് പുട്ടൊക്കെ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി. അപ്പോൾ ഇനി ബ്രിഡ്ജിലെ കുറച്ച് വ്യൂസും കാര്യങ്ങളും കാണാം. ബ്രിഡ്ജിൽ പോകുമ്പോൾ നോട്ട്സ് എല്ലാം കൂടി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് എപ്പോഴും കൈ കരുതിക്കും. ഓർ നമുക്ക് ഒരു ചെറിയ ഒരു നോട്ട്ബുക്ക് എപ്പോഴും ഇപ്പോൾ ഡെക്കിൽ പോയാലും ബ്രിഡ്ജിൽ പോയാലും നോട്ട് പാഡ് കരുതുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബ്രിഡ്ജ് കാണാം. വാച്ചൊക്കെ കഴിഞ്ഞു.
ഇതാണ് കേട്ടോ ഓഫീസേഴ്സ് മെസ് റൂം. ഇതാണ് എൻ്റെ സീറ്റ്. ഇവിടെ ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബനാന, പിന്നെ എനിക്കൊരു ചപ്പാത്തി. കഴിക്കാൻ പോകുന്നത് ഓൾറെഡി പാക്ക് ചെയ്ത് ടൈം 3 o'clock ആകാൻ പോകുന്നു. ചീസ് കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1 minute വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഫുഡൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നോൺ വെജ് ഐറ്റംസും പിന്നെ ഒരു വെജ് ഫ്രൈഡ് റൈസ്. ഒരു ഈവനിങ് നമുക്ക് ഡിന്നറിൻ്റെ ആയിരുന്നു. ഡിന്നറിൻ്റെ കുറച്ച് ഫുഡ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കത്തുള്ളൂ നൈറ്റ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തി. അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് ഹോട്ട് വാട്ടറാണ് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ. കുറച്ചുകൂടെ ഹോട്ട് വാട്ടർ. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ. ഞാൻ നൈറ്റല്ല ചൂട്.
ഓഫീസേഴ്സ് അപ്പുറം കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇത് ഗാലിയാണ് കേട്ടോ. അപ്പം ഇതാണ് ക്രൂ റീക്രിയേഷൻ റൂം. ഇത് ഷിപ്പിൻ്റെ ആലിവേ. ഓക്കെ, ഫൈനലി ഞാൻ ക്യാബിനിൽ വന്നു. ടയേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ടയേർഡ്, ബട്ട് ഇറ്റ്സ് അറൗണ്ട് നൗ 3 o'clock. ഓക്കെ, ഇനി ഡെയിലി കുറച്ച് റൊട്ടീൻസ് ഉണ്ട്. അതൊക്കെയാണ് എൻ്റെ എനിക്കിത് ഇത് രാവിലത്തേക്ക് കഴിക്കാനാട്ടോ. 6 ആൽമണ്ട് അല്ലെങ്കിൽ ഒരു 5 ആൽമണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കും. അപ്പോൾ ഇത് മോർണിംഗിലത്തേക്കാട്ടോ. മോർണിംഗ് എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ഇനി ഉച്ചയ്ക്ക് 11:30 അല്ലെങ്കിൽ 12 മണി ആ സമയത്ത് കഴിക്കാനായിട്ട്. ഓൾറെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് റൊട്ടീൻസ്. ഷിപ്പിലെ എൻ്റെ നൈറ്റ് റൊട്ടീൻസ് ഇത്രയേ ഉള്ളൂ. ഇനി 3 o'clock ആയി. ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഓവറോൾ വ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഷിപ്പിലെ നൈറ്റ് റൊട്ടീൻ ആസ് എ ഡെക്ക് കാഡറ്റ്. എല്ലാ ഷിപ്പിലും ഇത് കൂട്ടാവണമെന്നില്ല. ഓരോ ഷിപ്പിലും ഡിപ്പെൻഡ്സ് ഓൺ മാനേജ്മെൻറ്റ്. എൻ്റെ റൊട്ടീൻ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. ബൈ.